3 ദിവസത്തെക്കാൾ കൂടുതൽ രണ്ടുപേർ പരസ്പരം പിണങ്ങി നിൽക്കുകയും ആ പിണക്കത്തിലായി അവരിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്താൽ കളവ് പറയാത്ത നാവിന്റെ ഉടമ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദഖലന്നാർ, അവൻ നരകത്തിൽ കടന്നു. ദഖലന്നാർ, പരസ്പരം പിണങ്ങിയ പിണക്കത്തിലായി അവരിൽ ഒരാൾ മരണപ്പെട്ടാൽ ദഖലന്നാർ, തീർത്തു പറയുകയാണ് ഹബീബായ നബി തങ്ങൾ, അവൻ നരകത്തിൽ പ്രവേശിച്ചു. മുഅ്മിനീങ്ങളെ, നല്ല ശ്രദ്ധയോടെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നല്ല ശ്രദ്ധ വേണം, നല്ല ശ്രദ്ധ വേണം. എത്രയോ ആളുകൾ പരസ്പരം ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നവരുണ്ട്. ആ പിണക്കങ്ങളൊക്കെ അവസാനിപ്പിക്കണം. മുഅ്മിനീങ്ങൾ അങ്ങനെ പിണങ്ങി നിൽക്കാൻ പാടില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, പരസ്പരം അങ്ങനെ പിണങ്ങി നിൽക്കുന്നത് പാടില്ലാത്തതാണ്. എന്നിട്ട് അവസാനം ഇങ്ങനെ മയ്യത്ത് കാണാൻ വേണ്ടി പോകും. ജീവിതകാലത്ത് മുഖം കാണുമ്പോ മുഖം തിരിച്ചവൻ, ജീവിതകാലത്ത് മുഖം നോക്കാത്ത മനുഷ്യർ, ജീവിതകാലത്ത് കാണുമ്പോൾ ഒരു പുഞ്ചിരി തൂകാത്ത മനുഷ്യർ. സുബ്ഹാനല്ലാഹ്, അത്തബസ്സുമു സദഖ, പുഞ്ചിരി ദാനമാണ്, പുഞ്ചിരി ദാനമാണ് എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തെ പഠിപ്പിച്ച നായകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുഞ്ചിരി ദാനമാണ്. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്. നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോടെ കാണുന്നത് നീ അതിനെ നിസ്സാരപ്പെടുത്തരുത്, അതിനെപ്പോലും നീ നിസ്സാരപ്പെടുത്താൻ പാടില്ല. നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോടെ കാണണം. അവൻ ചിരിക്കുമ്പോ അങ്ങോട്ട് പുഞ്ചിരി തൂകണം, മുഖം വീർപ്പിച്ച് നടക്കരുത്. ലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ആളുകളുടെ മുന്നിൽ ഇങ്ങനെ എന്താ പറയാ, കടന്നൽ കുത്തിയതുപോലെ മുഖം വീർപ്പിച്ച് നടക്കരുത്, മുഖം വീർപ്പിച്ച് നടക്കരുത്. പുഞ്ചിരി വേണം, പുഞ്ചിരി ദാനമാണ് എന്ന് പഠിപ്പിച്ചു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരസ്പരം സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ പെരുമാറണം. പിണങ്ങി നിൽക്കുന്നവൻ ആ പിണക്കത്തിലായി അവൻ മരണപ്പെട്ടു പോയാൽ അവന് നരകമാണ് എന്ന് തീർത്തു പറഞ്ഞു ഹബീബായ മുത്തുനബി തങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിക്കേണ്ടതാണ്. അങ്ങനെ പിണങ്ങി നിൽക്കുന്നവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ലെന്നും ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് കാണാം, തുഅറദുൽ അഅമാലു ഫീ കുല്ലി ഇസ്നൈനി വ ഖമീസ്. എല്ലാ തിങ്കളാഴ്ച രാവിലും വ്യാഴാഴ്ച രാവിലും അല്ലാഹുവിന് മനുഷ്യന്റെ അമലുകൾ വെളിവാക്കപ്പെടുന്നതാണ്. ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി ഇംറിഇൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിനെ ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും ആ ദിവസങ്ങളിൽ പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലം റഅൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ഷഹനാ. പരസ്പരം പിണങ്ങി നിൽക്കുന്നവർക്കും ആ ദിവസങ്ങളിൽ അല്ലാഹു പുറത്തു കൊടുക്കൂല. ഫയഖൂൽ, അല്ലാഹ് പറയും മലക്കുകളോട്, ഉത്റുകൂ ഹാദൈൻ ഹത്താ യസ്തലിഹാ. ആ രണ്ടാളുകളെ അവരെ വഴിക്ക് വിട്ടേക്കൂ. അവർ നന്നാകുന്നതുവരെ അവരുടെ അമല് സ്വീകരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മലക്കുകളോട് വിളിച്ചു പറയുമത്രേ, ആ രണ്ടാളുകളെ അവരുടെ വഴിക്ക് വിട്ടേക്കൂ, അവരെ നന്നായി വരട്ടെ, അവരെ പിണക്കൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് മതി അവരുടെ നിസ്കാരം, അവരുടെ നോമ്പ്, അവരുടെ മറ്റുള്ള സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നല്ല ബോധം വേണം. 3 വിഭാഗം ആളുകളുടെ നമസ്കാരം ലാ തുർഫഉ സ്വലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റാ. ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസാണ്. ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ
ലാ തുർഫഉ സ്വലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റാ, അവരുടെ നമസ്കാരം ഒരു ചാണ് മേൽപോട്ട് ഉയരുകയില്ല. നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? മനുഷ്യന്മാരെ ഉറങ്ങുകയാണോ? ഒരു സലാത്തൊക്കെ ഒന്ന് ഉറക്കെ ചൊല്ലി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൂടെ, സമയം 10:11. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 11 മണിക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അന്നൊന്ന് ഉഷാറായി ഒന്നിരിക്കുക അല്ലെ. ആളുകള് കുറഞ്ഞു എന്നതോ ആളുകള് പിന്നെ എന്താ പറയാ സീറ്റ് കസേരകൾക്ക് ഒരുപാട് ബാക്കി എന്നതൊന്നും നമുക്ക് വിഷയമേ അല്ല, അതൊന്നും വിഷയമല്ല. പക്ഷെ ഉള്ള ആളുകൾ ഒന്ന് താല്പര്യത്തോടെ ഇരുന്ന നമ്മുടെ സദസ്സൊന്ന് റാഹത്താവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 3 വിഭാഗം ആളുകളുടെ നമസ്കാരം ഒരു ചാണ് മേൽപോട്ട് വരികയില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടൂല. നമ്മുടെ അമലുകൾ അങ്ങ് ഇല്ലീൻ വരെ എത്തണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇല്ലീൻ, ഇല്ലിയൂൻ അല്ലേ? ഇല്ലിയീൻ, വമാ അദ്റാക മാ ഇല്ലിയൂൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങ് ഇല്ലീൻ വരെ എത്തണം നമ്മുടെ അമലുകൾ. എന്നാൽ 3 വിഭാഗം ആളുകളുടെ അമൽ ഒരു ചാണം മേൽപോട്ട് വരികയില്ല. റജുലുൻ അമ്മ ഖൗമാ വഹും ലഹു കാരിഹൂൻ. ആരാണ് 3 വിഭാഗം? 1 റജുലുൻ അമ്മ ഖൗമാ, ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകുന്നയാൾ. വഹും ലഹു കാരിഹൂൻ, ആ വിഭാഗത്തിലെ ഭൂരിഭാഗം ആളുകളും ആ നേതൃത്വത്തെ, ആ നേതാവിനെ ഇഷ്ടപ്പെടാത്തവരാണ്, വെറുക്കുന്നവരാണ്. ആ വിഭാഗത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും ആ നേതാവിനോട് വെറുപ്പാണ്. എങ്കിൽ ആ നേതാവിന്റെ നമസ്കാരം ലാ തുർഫഉ സ്വലാത്തു ഫൗക റൂസി, അവന്റെ തലക്ക് മുകളിൽ ഒരു ചാണ് മേൽപോട്ട് ഉയരൂല്ല. ഹബീബായ നബി തങ്ങളുടെ വചനമാണിത്. അപ്പൊ അണികൾക്ക് വേണ്ടാത്ത നേതാവ് ഒന്നാമത്തെ ആളതാണ്. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അണികൾക്ക് വേണ്ടാത്ത നേതാവ് റജുലുൻ അമ്മ ഖൗമ, എന്നെ പോലെ ഏതെങ്കിലും ഒരു പള്ളിയുടെ മിഹ്റാബിൽ നിൽക്കുന്ന ഇമാമുമാരും അതേപോലെ നാടിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ, അതൊക്കെ അതിൽപ്പെടും. വ്യാപക അർത്ഥത്തിലുള്ളതാണ് റജുലുൻ അമ്മ ഖൗമ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതെങ്കിലും 1-2 ആളുകൾ എതിരായാലല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. റജുലുൻ അമ്മ ഖൗമ വഹും ലഹു കാരിഹൂൻ, ഭൂരിഭാഗം ആളുകൾക്കും ആ ഇമാമിനെ, ആ നേതാവിനെ വേണ്ട എന്ന് വന്നാലാണ് പറഞ്ഞത്. ഏതെങ്കിലും 1-2 ആളുകൾ, അത് ആർക്കും ഏത് നേതാവിനും അങ്ങനെയുള്ള എതിരാളികൾ ഉണ്ടാവും അല്ലെ? ഏത് നേതാവിനും ഉണ്ടാവും. എതിർക്കാൻ വേണ്ടി എതിർക്കുന്നവർ, വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവർ, വെറുതെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മൾ വിമർശനം ആവാം അല്ലെ? നമ്മുടെ നാടുകളിൽ ഇപ്പൊ ജമാഅത്ത് കമ്മിറ്റികളിൽ ഇമാമിനെ അല്ലെങ്കിൽ ആരെയെങ്കിലും നമുക്ക് വിമർശനങ്ങളാവാം. അത് ക്രിയാത്മകമാവണം. വിമർശനങ്ങൾ ക്രിയാത്മകമാവണം. അല്ലാതെ വെറുതെ ഒന്നുമില്ലാതെ വിമർശിക്കുന്ന ഒരു വിമർശനങ്ങളുണ്ട്, ആ രീതി സ്വീകരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നേതാവ് അനുയായികൾക്ക് ഇമ്പമുള്ള രീതിയിൽ പെരുമാറുന്നവനാവണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മാതൃകയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേതാവ് കേവലം, പ്രിയപ്പെട്ടവരെ, വെണ്ടക്കാക്ഷരത്തിൽ ഫ്ലക്സ് ബോർഡുകളിൽ ജനനായകൻ എന്ന് എഴുതി വെച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾ നേതാവാകുന്നില്ല. ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവനാവണം നേതാവ്. അവനാണ് ജനനായകൻ. അല്ലാതെ ഫ്ലക്സ് ബോർഡുകളിൽ ജനനായകൻ എന്ന് എഴുതി വെച്ചതുകൊണ്ട് ജനനായകനാവില്ല. ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് നേതാക്കന്മാരുണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അധികാരത്തിന് വേണ്ടിയുള്ള കിടമത്സരങ്ങളാണ് എല്ലായിടങ്ങളിലും. അധികാരങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കിടമത്സരങ്ങളാണ്. എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അധികാരം എന്ന് പറയുന്നത് പാൽപായസമാണ് എന്നാണ് പലരുടെയും ധാരണ. ഞാൻ പറയട്ടെ, അധികാരം പാൽപായസമല്ല, അത് മുൾക്കിരീടമാണ്. അധികാരം പാൽപായസമല്ല, അത് മുൾക്കിരീടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മുൾക്കിരീടമാണ്. അതുകൊണ്ടാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, ലാ
തസ്അലിൽ ഇമാറ, നിങ്ങൾ അധികാരം ചോദിച്ചു വാങ്ങരുതേ. അധികാരത്തിന് വേണ്ടി നിങ്ങൾ പിന്നാമ്പുറത്തുകൂടെ പണിയെടുക്കരുതേ. ഒന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഹബീബായ നബി തങ്ങൾക്കറിയാം അവസാന കാലത്ത് ഇങ്ങനെ അധികാരങ്ങൾക്ക് വേണ്ടി, ഒന്ന് ജമാഅത്ത് കമ്മിറ്റിയിൽ ഒന്ന് കയറി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും തലപ്പത്തെത്താൻ വേണ്ടി, താക്കോൽ സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടി ഇടമത്സരങ്ങൾ ഉണ്ടാകുമെന്ന് ഹബീബായ നബി തങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, ലാ തസ്അലിൽ ഇമാറ, നിങ്ങൾ അധികാരം ചോദിച്ചു വാങ്ങരുതേ. നിങ്ങൾ അധികാരം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ അധികാരത്തിന്റെ ഇടനാഴിയിലൂടെ നിങ്ങൾ പണിയെടുക്കരുതേ. ഫഇന്നക ഇൻ ഊതീതഹാ അൻ മസ്അലാ, നിങ്ങൾ ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് അധികാരം നൽകപ്പെട്ടതെങ്കിൽ, നിങ്ങൾ ചോദിച്ചിട്ടാണ് നിങ്ങൾ പ്രസിഡന്റും ചെയർമാനും സെക്രട്ടറിയും ഒക്കെ ആയതെങ്കിൽ, ഉക്കിൽത ഇലൈഹാ, നീ ആ അധികാരത്തിലേക്ക് നീ ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിനക്ക് ദൈവീകമായ സഹായമുണ്ടാവില്ല. അങ്ങനെ വന്നാലോ ആ അധികാര സ്ഥാനത്ത് നിനക്ക് സമാധാനത്തോടെ ഇരിക്കാനാവില്ല, സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. ചോദിക്കാതെയാണ് നിനക്ക് അധികാരം നൽകപ്പെട്ടതെങ്കിൽ, ആളുകൾ ഇഷ്ടപ്പെട്ട് നിനക്ക് തന്നതാണ്, നീ തന്നെ പ്രസിഡന്റ് ആകണമെന്ന് ആളുകൾ പറഞ്ഞതാണ്. എന്നാൽ അതിൽ നിനക്ക് ദൈവീകമായ സഹായമുണ്ടാവും, അതിൽ ദൈവീകമായ സഹായം ഉണ്ടാവും, അതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായം ഉണ്ടാവും. അപ്പൊ നന്നായി ഭരണം നടത്താൻ നിങ്ങൾക്ക് കഴിയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലേ? അപ്പൊ അധികാരം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികാരം എന്ന് പറയുന്നത് മുൾക്കിരീടമാണ്. അധികാരികൾ എങ്ങനെയാകണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അനുയായികളെ ചേർത്ത് പിടിച്ച ഭരണാധികാരിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികളെ ചേർത്ത് പിടിച്ച ഭരണാധികാരിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എല്ലാ കാര്യത്തിലും നമുക്ക് മാതൃകയാണ്. ഒരു അധികാരി, ഭരണാധികാരി, ഒരു നേതാവ് എങ്ങനെ വേണം, മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഴിയിലൂടെ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ പോവാണ്. ഒരു ദിവസം കുറച്ച് സ്വഹാബികളോടൊന്നിച്ച് ഹബീബായ നബി തങ്ങൾ ഒരു യാത്ര പോവുകയാണ്. യാത്രാമധ്യേ ഒരു സ്ഥലത്തെത്തിയപ്പോ ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നമുക്കിന്നൊരു ആടിനെ അറുത്ത് കറി ഉണ്ടാക്കാം, നമുക്കൊരു മട്ടൻ കുർമ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊരു മട്ടൻ കുർമ ഉണ്ടാക്കാം. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന് സന്തോഷമായി, കൂടെയുള്ള ആളുകൾക്ക്. ഉടനെ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അലയ്യ ദബ്ഹുഹാ, മട്ടൻ കറി ഉണ്ടാക്കാം, അതിനാദ്യം എന്ത് വേണം? ആദ്യം ഒരു ആടിനെ അറുക്കണം. അലയ്യ ദബ്ഹുഹാ, ആടിനെ അറുക്കുന്ന പണി ഞാൻ ഏറ്റെടുത്തു നബിയേ എന്നൊരാൾ പറഞ്ഞു. ആടിനെ അറുക്കുന്ന പണി ഞാൻ ഏറ്റെടുത്തു. ഉടനെ രണ്ടാമൻ പറഞ്ഞു, അലയ്യ സൽഖുഹാ, എന്നാൽ ആ ആടിന്റെ തൊലിയുരി എന്ന കാര്യം അത് ഞാൻ ഏറ്റെടുത്തു നബിയേ. എപ്പോഴും ടീം വർക്ക് ആണ് ഏറ്റവും പ്രധാനം. അതിന് ഏറ്റവും വലിയ തെളിവാണിത്, ടീം വർക്ക്, അല്ലെ? ഒരു ജമാഅത്ത് അത് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയിൽ ഒതുങ്ങേണ്ടതല്ല. ടീം വർക്ക്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. ടീം വർക്ക്, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയണം, അല്ലെ? രണ്ടാമൻ പറഞ്ഞു, ഞാൻ അതിന്റെ തൊലിയുരിയാം യാ റസൂലല്ലാഹ്. മൂന്നാമതൊരാൾ പറഞ്ഞു, നബിയേ അലയ്യ തബ്ഖുഹാ, എന്നാൽ കറി ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു നബിയേ, കറി ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു. മൂന്നാമൻ പറഞ്ഞു, കറി ഞാൻ ഉണ്ടാക്കാം. നാലാമതൊരാൾ എന്തെങ്കിലും ഒരു ജോലി ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അവരോട്, അലയ്യ ജംഉൽ ഹത്ബ്, വിറക് ശേഖരിക്കുന്ന പണി എന്റേതാണ്, ഞാനാണ് വിറക് ശേഖരിക്കുക, വിറക് ഞാൻ കൊണ്ടുവരാം. ആലോചിച്ച് നോക്ക്, നമ്മൾ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ള പണി അതാണ്, വിറക് കൊണ്ടുവരിക. കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്ന പണി, അതാണ് പ്രയാസമുള്ള പണി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുത്തത് ആ പണിയാണ്, ആ ജോലിയാണ്.
അലയ്യ ജംഉൽ ഹതബ്, വിറക് ശേഖരിക്കുന്ന പണി എന്റേതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങ് ഒന്നും ചെയ്യണ്ട നബിയേ, അങ്ങവിടെ വെറുതെ ഇരുന്നാൽ മതി, ഞങ്ങൾ കൊണ്ടുവരാം, വിറക് ഞങ്ങൾ ശേഖരിക്കാം, വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തോളാം, വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നല്ല മഴയാണ് മാഷാ അല്ലാഹ്. ഏകദേശം ഒരാഴ്ചയായി മഴ നിന്നിട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നല്ല മഴയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അവൻ്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, നമുക്ക് വർഷിപ്പിച്ചു തരട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ ഗുമ്മ കിട്ടുന്നില്ല, അല്ലേ? നേരത്തെ ഒരിത് കിട്ടുന്നില്ല. ഏതായാലും നല്ലൊരു ഷീറ്റിട്ട് നന്നായി. മഴയില്ല എന്ന് വിചാരിച്ച് ഷീറ്റും കൂടി ഇട്ടിരുന്നില്ലെങ്കിൽ വലിയ പ്രയാസമായിരുന്നു. ഏതായാലും സംഘാടകരെ അഭിനന്ദനം അർഹിക്കുന്നു. ഇതിവിടെ സ്ഥിരാണല്ലേ, മാഷാ അല്ലാഹ്. അവൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഏതായാലും കുറച്ച് സമയം കൂടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു നേതാവ് എങ്ങനെയാകണമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അങ്ങ് ഇവിടെ ഇരുന്നോളൂ, ഞങ്ങൾ ചെയ്തോളാം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടായി പറഞ്ഞു, സ്വഹാബാ, നിങ്ങളിലൊന്നും പെടാത്ത, നിങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരാളായി മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളിൽപ്പെട്ടവനായി, നിങ്ങളിൽ ഒരുവനായി ചേർന്ന് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ നേതാവാണ് മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം ആളുകളുടെ നമസ്കാരം ഒരു ചാണ മേൽപോട്ട് ഉയരുകയില്ല. അതിലൊന്ന് റജുലുൻ അമ്മ ഖൗമാ വഹും ലഹു കാരിഹൂൻ. ഒരു വിഭാഗം ആളുകൾക്ക് നേതൃത്വം നൽകുന്നയാൾ, ആ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ആ നേതാവിനെ വെറുക്കുന്നവരാണ്. അപ്പൊ ആളുകൾക്ക്, അണികൾക്ക് വേണ്ടാത്ത നേതാവ് ഒന്നാമൻ. രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഅഖവാനി മുതസ്വാരിമാൻ, പരസ്പരം പിണങ്ങി നിൽക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, സഹോദരന്മാർ, പരസ്പരം പിണങ്ങി നിൽക്കുന്ന സഹോദരന്മാർ, അവരുടെ നമസ്കാരവും ഒരു ചാണ് മേൽപോട്ട് ഉയരുകയില്ല. മുഅ്മിനീങ്ങളെ, നല്ല ശ്രദ്ധ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലേ? ചില ആളുകളൊക്കെ വന്ന് പറയാറുണ്ട്, ഖത്തീബും ഉസ്താദന്മാരോട് പറയാറുണ്ട്, ഉസ്താദേ, ഞാനും എൻ്റെ സഹോദരനും എൻ്റെ അനുജനും അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനും തമ്മിൽ 10 കൊല്ലമായി ഉസ്താദേ ഞങ്ങൾ പിണക്കത്തിലാണ്. ചിലരെങ്കിലും അഭിമാനത്തോടെ വന്ന് പറയുന്നവരുണ്ട്, 15 കൊല്ലമായി 20 കൊല്ലമായി ഞങ്ങൾ തമ്മിൽ മിണ്ടാറില്ല ഉസ്താദേ. സുബ്ഹാനല്ലാഹ്, 20 കൊല്ലത്തെ നമസ്കാരം ഒരു ചാണ് മേൽപോട്ട് പോയിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ ആ പറഞ്ഞതിന്റെ അർത്ഥം. 20 കൊല്ലത്തെ നമസ്കാരം വെറുതെയാണ്, വെള്ളത്തിലാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. വഅഖവാനി മുതസ്വാരിമാൻ. മൂന്നാമതായി ഹബീബ നബി തങ്ങൾ പറഞ്ഞു, നമസ്കാരം ഒരു ചാണ് മേൽപോട്ട് പോകാത്ത
മൂന്നാമത്തെയാൾ ആരാണെന്നറിയോ? എൻ്റെ വഅദ് കേൾക്കുന്ന ഈ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരെ, മുത്തുനബി തങ്ങൾ പറഞ്ഞത് നിങ്ങളെക്കുറിച്ചാണ്. വംറഅത്തുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിത്. ഭർത്താവിൻ്റെ ദേഷ്യത്തോടുകൂടെ കിടന്നുറങ്ങിയ പെണ്ണ്, ഭർത്താവിനെ വെറുപ്പിച്ച് കിടന്നുറങ്ങിയ പെണ്ണ്, ആ ഭർത്താവിനോട് തിരിച്ചു പൊരുത്തം ചോദിക്കാതെ, ആ ഭർത്താവിനോടുള്ള പിണക്കം അവസാനിപ്പിക്കാതെ, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഭർത്താവിൻ്റെ പിണക്കം തീർക്കാതെ കിടന്നുറങ്ങിയവൾ, അവളുടെ നമസ്കാരവും ഒരു ചാണ് മേൽപോട്ട് പോവില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പിണക്കങ്ങളെല്ലാം അവസാനിപ്പിക്കണം. എപ്പോഴാണ് പടച്ച റബ്ബിന്റെ വിളി വരിക എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? എപ്പോഴാണ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങേണ്ടി വരിക എന്ന് ആർക്കാണ് പറയാൻ സാധ്യമാവുക? ഏത് നേരവും എല്ലാം ഇട്ടേച്ച് പോകേണ്ടവരാണ് നമ്മൾ. എത്ര വലിയ ആർഭാടങ്ങളിൽ അഭിരമിച്ചാലും, എത്ര വലിയ കോടികളിൽ പരിലസിച്ചാലും, എത്ര വലിയ വീടുകളിൽ താമസിച്ചാലും, മുഅ്മിനേ, പടച്ച റബ്ബിന്റെ വിളി എപ്പോഴാണോ വരുന്നത് ഉടനെ ഈ ലോകത്തെ വിട്ടു പോകേണ്ടവരാണ് നമ്മൾ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ ഈ നേരത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാകുമെന്ന് പറയാൻ ആർക്കാണ് സാധ്യമാവുക? ഒരു ശരീരത്തിനും സാധ്യമല്ല. ഏത് ഭൂമിയിൽ വെച്ചാണ്, എവിടെ വെച്ചാണ് എൻ്റെ മരണം സംഭവിക്കുക എന്ന് പറയാനും ഒരാൾക്കും കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഏത് നേരവും ഈ ലോകത്തോട് വിട പറയേണ്ടവർ നമ്മളിങ്ങനെ പരസ്പരം പിണങ്ങി, പരസ്പരം കടിച്ചു കീറി, അന്യോന്യം തമ്മിൽ തല്ലി ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? അവസാനം മരണപ്പെട്ടിട്ട് പരസ്പരം മുഖം കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ട് നല്ല ബോധം വേണം, നല്ല ബോധം വേണം. പിണക്കങ്ങൾ അവസാനിക്കണം. പിണക്കത്തിന് ചില കാരണങ്ങളുണ്ട്. മഹാന്മാരായ ഉലമാ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഫഅമ്മാ അസ്ബാബുശ് ശഹനാഇ കസീറാ. പിണക്കങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. വമിൻഹാ സൂഉൽ ളന്ന്. അതിൽ ഒന്നാണ് സൂഉൽ ളന്ന് എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ, മോശമായ ധാരണ, തെറ്റിദ്ധാരണ. അല്ലെ, ബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊന്നും ശ്രദ്ധ കിട്ടുന്നുണ്ടാവൂല അല്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് പറയുന്നത് കേൾക്കാമോ? ഇല്ല, വ്യക്തമല്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? നമുക്ക് വേണമെങ്കിൽ നിർത്താം, ഇൻഷാ അല്ലാഹ്. ബുദ്ധിമുട്ടാവുമെങ്കിൽ നിർത്താം. നല്ല മഴയാണ്, ഓപ്പറേറ്റർ ആകെ ബേജാറിലാണ്. മാഷാ അല്ലാഹ്, വിഷമിക്കണ്ട, ശരിയാവും. നല്ല ശബ്ദ സംവിധാനമാണ്, മാഷാ അല്ലാഹ്, വളരെ ഭംഗിയായിട്ടാണ്. പിണക്കത്തിന്റെ കാരണങ്ങൾ മഹാന്മാരായ ഉലമാ പറയണം. ഒന്ന് സൂഉൽ ളൻ, ഒന്ന് തെറ്റിദ്ധാരണയാണ്. പല ബന്ധങ്ങളിലും വിള്ളൽ സംഭവിക്കുന്നത് സത്യത്തിൽ തെറ്റുകളെ കൊണ്ടല്ല, തെറ്റിദ്ധാരണ കൊണ്ടാണ്. അല്ലെ, പല ബന്ധങ്ങളിലും വിള്ളൽ ഉണ്ടാവുന്നത് തെറ്റിദ്ധാരണകളെ കൊണ്ടാണ്. അവൻ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം എന്ന് നമ്മളങ്ങനെ വിചാരിക്കുകയാണ്. അല്ലെ, അവൻ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു, ഓൾ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, അവനോട് എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ ചില തെറ്റായ ധാരണകളാണ്. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെ, നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ രണ്ടാളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. അവരൊരു പക്ഷേ നമ്മളെ കാണുമ്പോൾ സംസാരം നിർത്തിയൊന്നും വരാം. അപ്പൊ അത് മതി, നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റായ ധാരണകൾ ഒന്നു ചേരാൻ അത് ധാരാളമാണ്. ആളുകൾ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ അല്ലേ, 3 ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ 2 ആളുകൾ ലാ യതനാജസ്നാനി,
രണ്ടാളുകൾ തമ്മിൽ സ്വകാര്യം പറയാൻ പാടില്ല. മൂന്നാമനെ ഒരാളെ അടുത്ത് നിർത്തിയിട്ട് 2 പേര് തമ്മിൽ സ്വകാര്യം പറയാൻ പാടില്ല. അത് മൂന്നാമന് വലിയ പ്രയാസം ഉണ്ടാക്കും, അവന്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും, അല്ലേ? അങ്ങനെയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂഉല്ലന് തെറ്റിദ്ധാരണ ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനുജ്തനിബൂ കസീറൻ മിനല്ലന്, ഓ വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനല്ലന്, അധിക ഭാവനകളും അധിക ധാരണകളും നിങ്ങൾ ഒഴിവാക്കണേ. ഇന്ന ബഅദല്ലന്നി ഇസ്ം, നിങ്ങളുടെ ധാരണകളിൽ ചില ധാരണകളെല്ലാം തെറ്റായ ധാരണകളാണ്, തെറ്റാണത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വെറുതെ ഓരോന്നിങ്ങനെ ധരിച്ച് ഓരോന്നിങ്ങനെ വിചാരിച്ച് ടെൻഷൻ അടിക്കരുത്. പൊതുവെ കൂടുതലും സഹോദരിമാരിൽ കണ്ടുവരുന്ന പ്രവണതയാണത്. വെറുതെ ഓരോന്നിങ്ങനെ വിചാരിക്കുക, എന്നിട്ടിങ്ങനെ ടെൻഷൻ അടിക്കുക. വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിക്കുക, എന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. ടെൻഷൻ എന്ന് പറയുന്നത് ഇന്ന് എല്ലാരെയും പിടികൂടിയിട്ടുള്ള ഒരു വല്ലാത്തൊരു പ്രതിഭാസമാണ്, വല്ലാത്തൊരു രോഗമാണ് ടെൻഷൻ. ഇങ്ങനെ വെറുതെ ഓരോന്നാലോചിച്ച്, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ രാവിലെ പകൽ സമയങ്ങളിൽ വീടുകളിൽ ഒറ്റക്കാകുന്ന നേരം, അല്ലെ? കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് ഭർത്താക്കന്മാർ അവരുടെ ജോലിക്കും പോയി, അങ്ങനെയൊക്കെ വരുമ്പോൾ വീടുകളിൽ ഒറ്റക്കിരിക്കുന്ന സഹോദരിമാർ, പഴയ കാലം പോലെയല്ല. പഴയ കാലമൊക്കെ സഹോദരിമാർക്ക് ഇഷ്ടം പോലെ ജോലി ഉണ്ടായിരുന്നു. ഇന്നും ജോലിയുണ്ട്, പക്ഷേ ഇന്നത്തെ ജോലികളെല്ലാം നമ്മുടെ വീടുകൾ മുഴുവനും യാന്ത്രികവൽകൃതമായതുകൊണ്ട്, എല്ലാ ജോലിയും യന്ത്രത്തിലൂടെ നടക്കുന്നത് കൊണ്ട് സഹോദരിമാരൊക്കെ അധികവും ഫ്രീ ആണ്, അല്ലെ? ഇഷ്ടം പോലെ ഒഴിവ് സമയമാണ്. ഈ ഒഴിവ് സമയങ്ങളിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് ധാരണകൾ, ഒരുപാട് വിചാരങ്ങളിൽ ഇങ്ങനെ പെട്ട് പല വിചാരങ്ങളും പല തെറ്റിദ്ധാരണകളും പല ടെൻഷനുകളും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നത് നിങ്ങളുടെ തെറ്റായ ധാരണകളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ഇജ്തനിബൂ കസീറൻ മിനല്ലന്, പിണക്കത്തിന്റെ ഒരു കാരണം മഹാന്മാരായ ഉലമാ പറയുന്നത് തെറ്റിദ്ധാരണകളാണ്. അപ്പൊ തെറ്റായ ധാരണകൾ ഒഴിവാക്കണം. തെറ്റിദ്ധാരണ വരാനിടയുള്ള സംഗതികളും ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, പിണക്കത്തിന്റെ കാരണങ്ങളിൽ രണ്ടാമത്തെ ഒന്ന് അൽ ഗളബു, ദേഷ്യമാണ്, അല്ലെ? പിണക്കത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ദേഷ്യമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, മുൻകോപികളായ ആളുകൾ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് പിന്നെ ദേഷ്യമാണ്, അല്ലെ? മൂക്കിൻ തുമ്പത്തെ ശുണ്ടിയുള്ള ആളുകൾ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേത് ദേഷ്യമാണ്. മൂന്നാമത്തേത് ഒരു പക്ഷേ ദേഷ്യത്തിന്റെ പേരിൽ ദേഷ്യം കഴിഞ്ഞ് പിന്നെ അടിയിലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ദേഷ്യം കടിച്ചമർത്താൻ, പിടിച്ചു വെക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലൈസ ശദീദു ബിസ്സുർഅ, ലൈസ ശദീദു ബിസ്സുർഅ, ഓട്ടമത്സരത്തിൽ ഓടി 1-ാം സ്ഥാനത്തെത്തിയവൻ, നല്ല ആവേശത്തോടെ ഓടിച്ചാടിയെത്തിയവനല്ല നിങ്ങളിൽ ശക്തൻ എന്ന് പറയുന്നത്. പിന്നെയോ ഇന്നമശ്ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന നേരത്ത് അത് നിയന്ത്രിക്കാൻ കഴിയുന്നവനാരോ അവനാണ് നിങ്ങളിൽ ശക്തനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനാണ് ശക്തൻ. ദേഷ്യം വരുമ്പോൾ അത് പിടിച്ചു വെക്കാൻ കഴിയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. എന്നാൽ ദേഷ്യം മാറാനിടയുണ്ട്, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച വഴിയതാണ്. ദേഷ്യം വരുമ്പോ ആ ദേഷ്യം നീങ്ങാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ല എങ്കിൽ വുളൂ ചെയ്യണം. അതൊക്കെ ദേഷ്യം മാറാനുള്ള വഴികളാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. പ്രത്യേകിച്ച് നേതാക്കന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേതൃസ്ഥാനത്തിരിക്കുന്നവർ നല്ല ക്ഷമയുള്ളവരാവണം. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാവരുത്. നല്ല ക്ഷമ വേണം. ഒരുപാട് ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടി വന്നേക്കാം നേതാക്കന്മാരാവുമ്പോൾ. പ്രത്യേകിച്ച് മധ്യസ്ഥ ചർച്ചകളിലൊക്കെ ഇടപെടുന്ന ആളുകളാകുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകളെ തമ്മിൽ ഒരുപാട് കേസുകളിൽ ഇടപെടേണ്ട ആളുകളായേക്കാം. അങ്ങനെയുള്ള ആളുകളൊക്കെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നവരാവണം. ദേഷ്യമാണ് പിണക്കത്തിന്റെ മറ്റൊരു കാരണം.
അതേപോലെ പിണക്കത്തിന്റെ മറ്റൊരു കാരണം മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് അൽ ഹസദു, അസൂയ എന്ന് പറയുന്നത്. പിണക്കത്തിന്റെ മൂന്നാമത്തെ ഒരു കാരണമാണ് അസൂയ. അസൂയ കാരണമാണ് കുറെ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെ? ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്തു, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന അസൂയ. തമന്നി സവാല നിഅമത്തിൽ ഗൈർ. എന്താണ് ഈ അസൂയ എന്ന് പറഞ്ഞാൽ? അസൂയ എന്ന് പറഞ്ഞാൽ തമന്നി സവാല നിഅമത്തിൽ ഗൈർ, അന്യന്റെ, നമ്മുടെ സഹോദരന്റെ അല്ലെങ്കിൽ അയൽവാസിയുടെ നിഅമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കലാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്. സഹോദരന്റെ, നമ്മുടെ അയൽവാസിയുടെ, നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട ഏതെങ്കിലും നല്ല നിഅമത്തുള്ള ഒരാൾ, അയാളുടെ ആ നിഅമത്ത് അങ്ങ് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക എന്നതാണ്. ആ നിഅമത്ത് ഒന്ന് നീങ്ങി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക, അതാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയ വല്ലാത്ത രോഗാണ്. അസൂയ എന്ന് പറയുന്നത് വല്ലാത്ത രോഗാണ്. ആകാശലോകത്തും ഭൂമിയിലും ആദ്യമായി അരങ്ങേറിയ തെറ്റിന്റെ കാരണം പരിശോധിച്ചാൽ നമുക്ക് കാണാം അസൂയയാണ്. ആകാശലോകത്തും ഭൂമിയിലും, അല്ലെ? ആകാശലോകത്ത് ആദ്യമായി ഉണ്ടായ തെറ്റേതാണ്? പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറഞ്ഞു. അങ്ങനെ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. ആ മലക്കുകളുടെ നേതാവ് അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒരാൾ വിസമ്മതിച്ചു, അല്ലെ? ഒരാൾ വിസമ്മതിച്ചു. ആരാണ് ആ വിസമ്മതിച്ചവൻ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ വിസമ്മതിച്ചു. ആഴമായ ആദമിനോട് അവന് അസൂയ തോന്നിയതാണ് കാരണം. ആഴമായ ആദമിനോട്. ഇബ്ലീസ് നല്ല അറിവുള്ളയാളാണ്, ആലിമാണ്. എന്നാൽ ആ ഇബ്ലീസിനെക്കാളും അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇൽമുള്ള ആദമിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു. എല്ലാവരും സുജൂദ് ചെയ്തപ്പോ ഒരാൾ വിസമ്മതിച്ചു. അയാൾ വിസമ്മതിക്കാനുള്ള കാരണം അയാൾ ആലിമാണ്. തന്നെക്കാൾ ഇൽമുള്ള ആഴമായ ആദമിനോട് അയാൾക്കുണ്ടായ അസൂയയാണ് അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഭൂമി ലോകത്ത് വന്നാൽ ഭൂമിക്ക് മുകളിൽ ആദ്യമുണ്ടായ തെറ്റേതാണ്? ഹാബീൽ ഹാബീലിനെ കൊന്നു എന്നതാണ്, അല്ലെ? ഹാബീൽ ഹാബീലിനെ കൊന്നു എന്നതാണ് ഭൂമിക്ക് മുകളിൽ ആദ്യത്തെ തെറ്റ്. അതിന്റെ കാരണവും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം ബിസബബിൽ ഹസദ്, അസൂയയാണ് കാരണം. അപ്പൊ ആകാശലോകത്തും ഭൂമിയിലും ആദ്യമായി അരങ്ങേറിയ തെറ്റുകളുടെ കാരണം, അടിസ്ഥാനപരമായ കാരണം അസൂയയാണ്. അസൂയയാണ് എല്ലാ പിണക്കങ്ങളുടെയും, ഏകദേശം പിണക്കങ്ങളുടെയും വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അസൂയയാണ്. ദബ്ബയിലൈക്കും ദാഉൽ ഉമമി ഖബ്ലകും അൽ ഹസദു വൽ ബഗ്ളാ. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള ജനതയിൽ ഉണ്ടായിരുന്ന ഒരു രോഗം നിങ്ങളിലേക്കും വന്നിരിക്കുകയാണ്. ഏതാണ് ആ രോഗമെന്നറിയോ? അൽ ഹസദു വൽ ബഗ്ളാ. അത് ദേഷ്യമാണ്, അതുപോലെ അസൂയയാണ്. ഹിയൽ ഹാലിഖാ. ആ രോഗം അത് വടിച്ചു കളയുന്ന രോഗമാണ്. ലാ അഖൂലു തഹ്ലിഖു ശഅറ. രോമം വടിച്ചു കളയുന്നതാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വലാകിൻ തഹ്ലിഖുദ്ദീൻ. അത് ദീനിനെ വടിച്ചു കളയുന്നതാണ്. അസൂയ എന്ന രോഗം അതൊരു മനുഷ്യന്റെ ദീനിനെ വടിച്ചു കളയുന്നതാണ്. അവന്റെ അമലിനെ മുഴുവനും കരിച്ചു കളയുന്നതാണ്. അതല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചത്? അൽ ഹസദു യഅകുലുൽ ഹസനാത് കമാ യഅകുലുൻ നാർ വൽ ഹതബാ. തീ വിറകിനെ തിന്നുന്നത് പോലെ ഒരു മനുഷ്യന്റെ അസൂയ അവന്റെ അമലുകളെ, അവന്റെ സൽക്കർമ്മങ്ങളെ മുഴുവനും നശിപ്പിച്ചു കളയുന്നതാണ്, തിന്നുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ അമല് കുറഞ്ഞ ആളുകളാണ് നമ്മൾ, അല്ലേ?
വളരെ അമല് കുറഞ്ഞ ആളുകൾ, അതിൽ തന്നെ എത്ര അമലുകൾ സ്വീകാര്യോഗ്യമായിട്ടുണ്ടാകും അല്ലാഹു അഅലം. എണ്ണിയ വളരെ വളരെ ചുരുങ്ങിയ അമലുകൾ മാത്രമുള്ളവർ നമ്മൾ. ആ അമലുകൾ ആരോടെങ്കിലൊക്കെ അസൂയ വന്ന്, ആരെയെങ്കിലൊക്കെ ഗീബത്ത് പറഞ്ഞ്, ആരെയെങ്കിലൊക്കെ നമീമത്ത് പറഞ്ഞ് ആ ഉള്ള അമലിനെയും കൂടി നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. വളരെ സ്നേഹത്തോടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലേ? നമ്മൾ ചെയ്ത ആ വളരെ തുച്ഛമായ അമലിനെ നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗ്യരായി നമ്മൾ മാറരുത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുള്ള സ്വഹാബത്തിനോട്, ആരാണ് അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയാമോ? പാവപ്പെട്ടവർ ആരാണ്? പാപ്പർ. അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ വലാ മതാ. നബിയേ, ഞങ്ങൾക്കറിയാവുന്ന മുഫ്ലിസ് സമ്പാദ്യങ്ങളില്ലാത്തവൻ, മല്ലാ ദിർഹമ വലാ മതാ, ദീനാറുകളോ ദിർഹമുകളോ മറ്റു വസ്തുക്കളോ ഒന്നുമില്ലാത്തവനാണ് മുഫ്ലിസ്. ഹബീബായ മുത്തുനബി തങ്ങൾ അവരോട് പറഞ്ഞു, എന്നാൽ അതിനേക്കാളും വലിയ പാപ്പർ ആരാണെന്നറിയോ? അൽ മുഫ്ലിസു മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്ത്. നോമ്പും നിസ്കാരങ്ങളും സക്കാത്തുമൊക്കെയായി പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുന്ന മനുഷ്യൻ, അവനാണ് മുഫ്ലിസ്. അവനവന്റെ നോമ്പും നിസ്കാരങ്ങളുമൊക്കെയായി സ്വർഗീയ ആരാമങ്ങളിലേക്ക് അങ്ങനെ കടന്നു ചെല്ലാനൊരുങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഓരോ ആളുകളും ഇങ്ങനെ വരികയാണ് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക്. അവനെതിരെ സാക്ഷിപത്രവുമായി ഓരോരുത്തരിങ്ങനെ കടന്നു വരികയാണ്. യാ അല്ലാഹ്, ഖദ് ളറബ ഹാദാ, ഖദ് ശതമ ഹാദാ, ഖദ് സഫക ദമ ഹാദാ. അല്ലാഹുവേ, ഇവൻ എന്നെ ചീത്ത പറഞ്ഞവനാണ്, ഇവൻ എന്നെ ഗീബത്ത് പറഞ്ഞവനാണ്, നമീമത്ത് പറഞ്ഞവനാണ്, എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവനാണ്. അല്ലാഹുവേ, ഇവൻ എന്നെ അരുതാത്തത് പറഞ്ഞവനാണ്, ഇവൻ എൻ്റെ സമ്പത്ത് അപഹരിച്ചവനാണ്. അല്ലാഹുവേ, ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പരാതി പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വന്ന മനുഷ്യരുടെ, ഈ മനുഷ്യന്റെ അമലുകളൊക്കെ എടുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആ വന്ന മനുഷ്യർക്ക് വിതരണം ചെയ്യുന്നതാണ്. ഹബീബാ നബി തങ്ങൾ പറയാൻ, ഈ വന്ന മനുഷ്യരുടെ അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിതരണം ചെയ്യും. ഈ മനുഷ്യന്റെ അമലുകളൊക്കെ അല്ലാഹു ആ വന്ന ആളുകൾക്ക് വിതരണം ചെയ്യും. അവസാനം ഇവന്റെ അമൽ എല്ലാം കൊടുത്ത് അവസാനിച്ചാൽ ആ വന്ന ആളുകൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്കെടുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല, നീതിമാനായ റബ്ബ് ഇവന്റെ പെരടിയിൽ ചാർത്തി അവനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുമെന്നാണ് നബിവചനം. ഇവനാണ് മുഫ്ലിസ്, ഇവനാണ് പാവപ്പെട്ടവർ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ പാപ്പരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അസൂയയും പിണക്കത്തിന്റെ ഒരു കാരണമാണ്. നാലാമത്തൊരു കാരണം കസ്റത്തുൽ ജിദാലി വൽ മിറാ, തർക്കങ്ങളുടെ ആധിക്യമാണ്. തർക്കങ്ങളുടെ ആധിക്യം അത് പിണക്കത്തിനുള്ള കാരണമാണ്, അല്ലേ? തർക്കങ്ങളുടെ ആധിക്യം. വല്ലാതെ താർക്കികന്മാർ അധികരിച്ച കാലത്താണ് നമ്മൾ ഉള്ളത്. പലവിധ തർക്കങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനാവശ്യമായ തർക്കങ്ങൾ. സോഷ്യൽ മീഡിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് വ്യാപകമായ തർക്കങ്ങളുടെ വേദിയാണ്. ആലിമീങ്ങളെ ചീത്ത പറയുന്നവർ, സയ്യിദന്മാരെ കുറ്റം പറയുന്നവർ, മുഅ്മിനീങ്ങളെ അതിലൊന്നും ദയവ് ചെയ്ത് നമ്മൾ ഇടപെടല്ലേ. ഒരു തർക്കങ്ങളിലും ഇടപെടാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കണേ. വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. താർക്കികന്മാരായി മാറരുത് നമ്മൾ. അങ്ങനെയുണ്ട് ചിലർ, എവിടെ ചെന്നാലും തർക്കങ്ങളാണ്. കല്യാണ വീട്ടിൽ ചെന്നാലും ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ, മരണ വീട്ടിൽ ചെന്നാൽ അവിടെയും തർക്കമാണ്. ചെല്ലുന്ന ഇടങ്ങളെല്ലാം തർക്കത്തിന്റെ വേദിയാക്കി മാറ്റുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അനസഈമും ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം, ഒരു നല്ല വീട് തരാമെന്ന് ഞാൻ വാക്ക് തരികയാണ്. ആർക്കെന്നറിയോ? ലിമൻ തറക്കൽ മിറാ,
തർക്കത്തെ ഒഴിവാക്കുന്ന മനുഷ്യർക്ക്, തർക്കത്തെ ഒഴിവാക്കുന്നവർക്ക് ഞാൻ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം തരാം. വഇൻകാന മുഹിഖാ, തർക്കത്തെ ഒഴിവാക്കണേ. അതിലൊരു പക്ഷേ നീ ന്യായം നിന്റെ ഭാഗത്തായിരിക്കാം, സത്യം നിന്റെ ഭാഗത്തായിരിക്കാം. എന്നാൽ പോലും തർക്കിച്ച് സമയം കളയല്ലേ. നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ കാലത്ത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. എല്ലാ തർക്കങ്ങളും ഒഴിവാക്കണം മുഅ്മിനീങ്ങളെ. വെറുതെ നമ്മളിങ്ങനെ തർക്കിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ മലീമസപ്പെടുത്തരുതേ. സോഷ്യൽ മീഡിയ എത്ര നന്മകളിൽ നമുക്ക് ചെലവഴിക്കാം, എത്ര നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാം, എന്തെല്ലാം കാര്യങ്ങൾ എത്രമേൽ വികസിച്ചിട്ടുണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ വ്യാപനം എത്രമേൽ വലിയ പ്രബോധനത്തിന് പോലും എത്ര വലിയ അവസരമാണത് എന്ന് അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആപ്പ് ഉണ്ടല്ലോ, ജെമിനി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് അല്ലേ, ഒരു പക്ഷേ ചിലർക്ക് നിങ്ങൾ അറിയാം. അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. അങ്ങനെ ഒരു സ്നേഹിതൻ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തന്നു, ജെമിനി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചോദിച്ചാലും, ഞാൻ വെറുതെ പിന്നെ സിഹിറുമായി ബന്ധപ്പെട്ട നല്ലൊരു വിഷയം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര മനോഹരമായിട്ടാണ് അതിൽ പിന്നെ സിഹിറുമായി ബന്ധപ്പെട്ട വിഷയം, കണ്ണേറുമായി ബന്ധപ്പെട്ട എന്താണോ നമ്മൾ ചോദിക്കുന്നത് അത് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളുടെ ഇബാറത്തുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരികയാണ് വളരെ സുന്ദരമായി. പഴയ കാലം പോലെ നമ്മൾ ഓടിച്ചെന്ന് ലൈബ്രറികളിൽ പോയി ആയിരക്കണക്കായ കിതാബുകൾ പരിധി നോക്കേണ്ടതൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത്രമേൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇന്ന് വിശാലമാണ്. ഗൂഗിളിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിനേക്കാളും വേഗതയിൽ എല്ലാ കാര്യങ്ങളും, ഒരു വിഷയം ഇന്ന വിഷയത്തെ പറ്റി പറയണമെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ആ വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഹദീസ് സഹിതം നമ്മുടെ മുന്നിൽ വരികയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരുപാട് നന്മകളിൽ ചെലവഴിക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വെറുതെ നമ്മളിങ്ങനെ തർക്കിച്ച് അവിടെയും ഇവിടെയും അവരെയും ഇവരെയൊക്കെ കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ തർക്കത്തിലേർപ്പെട്ട് സമയം കളയരുത്. അത് പിണക്കത്തിന് കാരണമാണ്. അതാണ് പറഞ്ഞു വരുന്നത്. അസ്ബാബു ഷഹ്നാ, അത് പരസ്പരം പിണക്കത്തിനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ തർക്കിച്ച് അത് പിന്നെ വലിയ പ്രശ്നമായി, വലിയ ഗുലുമാൽ അല്ലേ. സുബ്ഹാനല്ലാഹ്, ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ പിണക്കത്തിനുള്ള മറ്റൊരു കാരണം ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള കിടമത്സരമാണ്. അതും പിണക്കത്തിനുള്ള ഒരു കാരണമാണ്. അവനേക്കാൾ വലിയ വീട് എനിക്കുണ്ടാക്കണം, അവൻ കഴിച്ച കല്യാണത്തെക്കാൾ വലിയ കല്യാണം എൻ്റെ വീട്ടിൽ നടക്കണം അല്ലേ. അങ്ങനെയാണ്. അവന്റെ വീട്ടിൽ, ഖാദർ ഹാജിയുടെ വീട്ടിൽ 3 ചെമ്പ് ബിരിയാണിയാണ് കുഴിച്ചു മൂടിയത് എങ്കിൽ പിന്നെ എൻ്റെ വീട്ടിൽ 5 ചെമ്പ് ബിരിയാണിയെങ്കിലും കുഴിച്ചു മൂടണം. വിവാഹം കഴിഞ്ഞ് ആളുകളൊക്കെ 10,000 വന്ന് എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു പോയാൽ 5 ചെമ്പ് ബിരിയാണിയെങ്കിലും ബാക്കിയാവണം. കാരണം ഇന്ന് ഹാജിയാരുടെ വീട്ടിൽ 3 ചെമ്പ് ബിരിയാണിയാണ് ബാക്കിയായത്, കുഴിച്ചു മൂടിയത്. അപ്പൊ ഇവിടെ 5 ചെമ്പ് ബിരിയാണിയെങ്കിലും കുഴിച്ചു മൂടണമല്ലോ. അപ്പോഴല്ലേ ഞാൻ ആ ഹാജിയാരെക്കാളും വലുതാവുക. സുബ്ഹാനല്ലാഹ്, അത്തനാഫുസു അലദ്ദുനിയാ, ദുനിയാവിനോടുള്ള കിടമത്സരമാണ്, ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള മത്സരം. فوالله ما الفقر أخشى عليكم ولكني أخشى أن تبسط عليكم الدنيا كما بسطت على من كان قبلكم. മുത്തനബി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ മേൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. മറിച്ച് ഞാൻ ഭയപ്പെടുന്നത് കമാ ബുസിതത് അലാ മൻ കാന ഖബലകും, നിങ്ങളുടെ മേൽ ദുനിയാവ് വിശാലമാക്കപ്പെടലിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുൻഗാമികൾക്ക് അല്ലാഹു ഈ പ്രപഞ്ചത്തെ ദുനിയാവിനെ വിശാലമാക്കി കൊടുത്തതുപോലെ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തതുപോലെ നിങ്ങൾക്കും തുറന്ന് തരലിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഫതനാഫസൂഹാ,
കമാ തനാഫസൂഹാ. മുൻഗാമികൾ ആ സമ്പത്തിനെ വെട്ടിപ്പിടിക്കാൻ മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കലിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. വതുഹ്ലികകും കമാ അഹ്ലകതുഹും. ആ ദുനിയാവിനോടുള്ള മത്സരം മുൻഗാമികളെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുമോ എന്നാണ് എൻ്റെ ഭയമെന്ന് മദീനയുടെ രാജകുമാരനെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇതെല്ലാം പിണക്കത്തിൻ്റെ കാരണങ്ങളാണ്. പിണക്കങ്ങളില്ലാതിരിക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മരുന്നെന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? പിണക്കങ്ങളില്ലാതിരിക്കാൻ, എപ്പോഴും സ്നേഹം നിലനിൽക്കാൻ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹം രൂഢമൂലമാകാനുള്ള ഏറ്റവും നല്ല മരുന്നെന്തെന്നറിയോ? അത് സലാമിനെ വ്യാപിപ്പിക്കലാണ്. അതുപോലെ ഹദിയ നൽകലാണ്. സമ്മാനങ്ങൾ നൽകുക, സമ്മാന കൈമാറ്റം നടത്തുക. അതുപോലെ അസ്സലാമു അലൈക്കും എന്നതിനെ വ്യാപിപ്പിക്കുക, വളരെ പ്രധാനമാണത്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണേ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം. അതാണ് സ്നേഹം രൂഢമൂലമാകാനുള്ള ഏറ്റവും നല്ലൊരു വഴി. അതാണ് അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹം രൂഢമൂലമാകും. ബലാ യാ റസൂലല്ലാഹ്, ഏതാണ് നബിയെ പറഞ്ഞു തന്നാലും? മുത്തുനബി തങ്ങൾ പറഞ്ഞത് അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. എല്ലാവരോടും, പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും അസ്സലാമു അലൈക്കും പറയണം. പ്രത്യേകക്കാരായ ആളുകളോട് മാത്രം സലാം പറയുന്നത് അത് അവസാന നാളിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തസ്ലീമുൽ ഖാസ, പ്രത്യേകക്കാരോട്, സമ്പന്നരോട് മാത്രം അസ്സലാമു അലൈക്കും പറയുക. നമ്മുടെ ആളോട് മാത്രം സലാം പറയാ. നമ്മുടെ പാർട്ടിക്കാരനാണോ, നമ്മുടെ ഗ്രൂപ്പുകാരനാണോ, അങ്ങനെ ഗ്രൂപ്പ് നോക്കി, പാർട്ടി നോക്കി സലാം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പ്രധാനമായി മുത്തുനബി തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സലാമിനെ വ്യാപിപ്പിക്കണം, എല്ലാവരോടും സലാം പറയണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എല്ലാ ദിവസവും അതിരാവിലെ അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്തിനാണ് അങ്ങാടിയിൽ പോയിരുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? അവശ്യ സാധനങ്ങൾ വാങ്ങാനല്ല. പിന്നെയോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പൊന്നുമോൻ, മുത്തബിഉസ് സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലോകം കണ്ട പ്രഗൽഭനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് അതിരാവിലെ തന്നെ പോയിരുന്നത് മറ്റൊന്നിനുമല്ല, ലിയഫ്ശുസ്സലാം, അവിടെയുള്ള ആളുകളോടൊക്കെ സലാം പറയാനാണ്. അവിടെയുള്ള പോർട്ടർമാരോട്, അവിടെയുള്ള ബിസിനസ്സുകാരോട്, അങ്ങാടിയിലുള്ള എല്ലാവരോടും അസ്സലാമു അലൈക്കും പറയാൻ വേണ്ടി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എല്ലാ ദിവസവും പ്രഭാത സമയത്ത് ഒരു തവണ അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്തേ അസ്സലാമു അലൈക്കും എന്നതിന് അവർ അത്ര വലിയ പരിഗണന നൽകിയതെന്നറിയോ? മൻ സല്ലമ അലാ 20 റജുലൻ മിനൽ മുസ്ലിമീൻ ഫീ യൗമിൻ വാഹിദ്, ഒരു ദിവസം ഒരാൾ 20 ആളുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, ജമാഅതൻ ഔ ഫുറാദാ, അത് ഒറ്റക്കൊറ്റക്കുള്ള 20 പേരോടായാലും ഇതുപോലെ കൂടി നിൽക്കുന്ന 20 പേരോടായാലും, ഒരു ദിവസം ഒരാൾ 20 ആളുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സുമ്മ മാത മി യൗമിഹി ദാലിക്, എന്നിട്ട് ആ ദിവസം അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ, വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
20 ആളുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആ ദിവസം അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗ്ഗ നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സലാം പറയുക എന്നത് പിണക്കങ്ങൾ ഇല്ലാതെയാകാനും സ്നേഹം മനുഷ്യ മനസ്സുകളിൽ വിശ്വാസികൾക്കിടയിൽ രൂഢമൂലമാകാനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. പ്രിയപ്പെട്ടവരെ, സലാം പറയുക എന്നത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ സമ്മാനങ്ങൾ നൽകൽ വളരെ പ്രധാനമാണ്. ബന്ധങ്ങൾ രൂഢമൂലമാകാൻ പ്രസന്റേഷൻ നൽകണമല്ലേ. തഹാദു തഹാബു. വാപ്പ മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണം, മക്കള് വാപ്പാക്ക് നൽകണം, ഭർത്താവ് ഭാര്യക്ക്, ഭാര്യ ഭർത്താവിനൊക്കെ വല്ലപ്പോഴുമൊക്കെ സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കണം. അതെന്തിനെന്നറിയോ? തഹാബു. അത് നിങ്ങൾക്കിടയിൽ സ്നേഹം രൂഢമൂലമാകാനത് നല്ലതാണ്. സ്നേഹം വർദ്ധിക്കാനത് കാരണമാണ്. ഭർത്താവ് ഭാര്യക്ക് കൊടുക്കണം, അല്ലെ? ഭാര്യ ഭർത്താവിന്, അല്ലെ? അങ്ങനെയൊക്കെ സമ്മാനങ്ങൾ കൈമാറണം. വല്ലപ്പോഴും, ഇടക്കിടക്ക് എപ്പോഴും ഇങ്ങനെ സമ്മാനം കൊടുക്കണം എന്നല്ല, വല്ലപ്പോഴും സമ്മാനങ്ങൾ നൽകുന്നത് അത് ഹൃദയത്തിൽ വലിയ സ്നേഹം ഉണ്ടാകാൻ കാരണമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മുലാസമത്തു ദുആ, ഹൃദയശുദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് എപ്പോഴും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. ഖൽബ് ശുദ്ധിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഖൽബ് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യുക. റബ്ബി തഖബ്ബൽ തൗബതി വഗ്സിൽ ഹൗബതി വഅജിബ് ദഅവതി വസബ്ബിത് ഹുജ്ജതി വസദ്ദിദ് ലിസാനി വഹ്ദി ഖൽബി വസ്ലിൽ സഖീമത സദ്രി. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. കാന മിൻ ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ പ്രാർത്ഥനയിൽ ഉള്ള ഒരു ഭാഗമാണിത്. റബ്ബി തഖബ്ബൽ തൗബതി വഗ്സിൽ ഹൗബതി വഅജിബ് ദഅവതി വസബ്ബിത് ഹുജ്ജതി വസദ്ദിദ് ലിസാനി വഹ്ദി ഖൽബി വസ്ലിൽ സഖീമത സദ്രി. നാവ് നന്നാക്കി തരാൻ, ഖൽബ് നന്നാക്കി തരാൻ, ഹൃദയ വിശാലത ലഭിക്കാൻ അല്ലാഹുവിനോട് നിരന്തരം ദുആ ചെയ്തിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരുടെ വഴി അത് വളരെ പ്രധാനമാണ്. അവരെ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിച്ചത്. ആ ജീവിതമാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്, അഭികാമ്യമായിട്ടുള്ളത്. മഹാന്മാർ കാണിച്ചു തന്ന ആ പാതയിലൂടെ, സുന്നത്ത് ജമാഅത്തിന്റെ ആ മനോഹരമായ പാന്താവിലൂടെ, പരിശുദ്ധമായ ആ അഹ്ലു സുന്നയുടെ ആദർശം മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ നല്ല ഇസ്സത്തോടെ അന്തസ്സോടെ ജീവിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ സ്വർഗം പുൽകാൻ നമുക്ക് കഴിയും. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ആ ഒരു മഹത്തായ വഴിയാണ്. അതൊരു സൽപാന്താവാണ്. അത് സലഫു സ്വാലിഹീങ്ങൾ കൊളുത്തിവെച്ച ഒരു പ്രകാശധാരയാണ്. അല്ലേ? മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ കൊളുത്തിവെച്ച ആ ഒരു വലിയ മഹത്തായ ഒരു പ്രസ്ഥാനം. പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാരും കാലാന്തരങ്ങളിൽ മഹാനരായ കണ്ണിയത്തൂറും ഷെയ്ഖുനാ ശംസുൽ ഉലമയും സൈനുൽ ഉലമയും റഈസുൽ ഉലമയും അതേപോലെ ഇന്ന് ആദരണീയരായ സയ്യിദുൽ ഉലമയുടെ കരങ്ങളിൽ എത്തി നിൽക്കുന്ന മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതാണ് സത്യത്തിന്റെ പാന്താവ്. നമ്മുടെ മുന്നിൽ നമ്മൾ ഇന്ന് കാണുന്ന ഋജുവായ വഴി അതാണ്. മുത്തനബി തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ച ദീൻ, സ്വഹാബത്തെ താബിഈങ്ങൾക്കും അവർക്ക് ശേഷമുള്ളവർക്കും അങ്ങനെ കാലാന്തരങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന അഹ്ലു സുന്നയുടെ പരിശുദ്ധമായ ആദർശം, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിനെ പുതിയതായി സ്വന്തമായി ഒരു ആദർശവും പഠിപ്പിച്ചിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനാണ്, സുന്നത്ത് ജമാഅത്താണ്. ആ വഴിയെ മനോഹരമായി മഹാത്മാക്കൾ പൂർവസൂരികൾ നടന്നുപോയ ആ വഴിയെ നടന്നു നീങ്ങാൻ നമുക്ക് കഴിയണം.